നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കേരള കോൺഗ്രസ് LDF വിട്ട് UDFിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം. ജോസ് കെ മാണി CPM അരക്കില്ലത്ത് വെന്തുരുകരുതെന്നും വീക്ഷണം മുഖപത്ര പ്രസംഗം വിശദമാക്കുന്നു. കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടിന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതെയാകും. ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്തുവാനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ സാധ്യമല്ല. കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികളെ കരുതാൻ CPM തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും മുഖപത്രം വിശദമാക്കുന്നു. ഘടകകക്ഷിയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസിനില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകിയത് മുന്നണി മര്യാദയുടെ പേരിലാണെന്നും മുഖപത്രം വ്യക്തമാക്കുന്നു. KM മാണി വത്തിക്കാൻ പോലെ കാത്തുസൂക്ഷിച്ച പാലായിൽ ജോസ് കെ മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണ്. 4 പതിറ്റാണ്ടിലേറെ കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച KM മാണിയുടെ മകനെ രാഷ്ട്രീയത്തിൽ കർഷക രാഷ്ട്രീയത്തിൻ്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്നും വീക്ഷണത്തിൽ ലേഖനം കുറ്റപ്പെടുത്തുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ CPMൽ നിന്നുണ്ടായിട്ടും പാർട്ടി പിളർത്താനും LDFിൽ ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നു. UDFിനോട് കൊടുഞ്ചതി കാണിച്ച് LDFിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയെ രണ്ടാമനെന്ന പരിഗണന നൽകി പ്രധാന വകുപ്പും CPM വാഗ്ദാനം ചെയ്തിരുന്നു. പിതാവ് KM മാണി ജീവിച്ചിരുന്ന കാലത്ത് UDF വിട്ടുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നൽകുകയും പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്തു. മാണിയുടെ മരണശേഷം ഗ്രൂപ്പിൻ്റെ സർവാധിപതിയായത് ജോസ് ആയിരുന്നു. യേശുവിനെ ഒറ്റുകൊടുത്ത 30 വെള്ളിക്കാശിൻ്റെ പാപം പൊതിഞ്ഞു നിൽക്കുന്ന അക്കൽദാമയെപ്പോലെ ഈ രാജ്യസഭാ സീറ്റ് ചതിയുടെ കറ പുരണ്ടതായിരുന്നു. അതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന് ജോസ് കെ മാണിക്ക് നിർബന്ധമുണ്ട്. 3 സീറ്റ് ഒഴിവ് വരുമ്പോൾ 2 LDFിനും 1 UDFിനും ലഭിക്കും. LDFിൻ്റെ 2 സീറ്റുകൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പകുത്തെടുത്തു കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് അനൗദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു. കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികൾക്ക് കരുതലും കൈത്താങ്ങും നൽകാൻ CPM ഒരിക്കലും തയ്യാറാകില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ കൊല്ലം സീറ്റ് CPM കവർന്നെടുത്തപ്പോൾ ഇടതുമുന്നണി വിട്ട RSPക്ക് അത് സിറ്റിംഗ് സീറ്റ് നൽകി കോൺഗ്രസ് UDFിലേക്ക് ആനയിച്ചു. കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്നും പിടിച്ചെടുത്തപ്പോൾ അവർക്ക് അഭയം നൽകിയതും കോൺഗ്രസ് ആയിരുന്നു. 2011 മന്ത്രിസഭയിൽ 5ാം മന്ത്രിസ്ഥാനവും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റും മുസ്ലിം ലീഗിന് നൽകിയത് കോൺഗ്രസ് പുലർത്തുന്ന മുന്നണി മര്യാദയുടെ ഭാഗമാണ്. 4 പതിറ്റാണ്ടിലേറെ കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച KM മാണിയുടെ മകന് രാഷ്ട്രീയത്തിൻ്റെയും കർഷക രാഷ്ട്രീയത്തിൻ്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമില്ല. എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു KM മാണി. അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി CPMൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ UDFിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നായിരുന്നു വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം. ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ.